സോ നെക്സ്റ്റ് നമുക്ക് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ് നോക്കാം. സോ ഈ ഡീപ്പ് ലേണിംഗ് ഫീൽഡിലെ ഏർലി സ്റ്റേജസിൽ റിസർച്ചേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബ്രെയിനെ മിമിക് ചെയ്യണ ഒരു AI സിസ്റ്റത്തിനെ ഉണ്ടാക്കുക എന്നായിരുന്നു. സോ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു 1940s ഒരു ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ ഒരു തിയററ്റിക്കൽ മോഡൽ വന്നത്. അത് തിയററ്റിക്കൽ മോഡലായിരുന്നു. അതിനൊരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ വന്നത് ഒരു 1960s പെർസെപ്ട്രോൺ ഡെവലപ്പ് ആയപ്പോഴാണ്. സോ അത് കഴിഞ്ഞ് നമുക്ക് പെർസെപ്ട്രോണിൽ പല ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് കാരണം അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് അധികം ഡെവലപ്മെൻറ്റ്സ് ഒന്നും നടന്നില്ല. അപ്പം ആ ഒരു സ്റ്റേജിനെ നമ്മൾ AI വിൻ്റർ എന്ന് തന്നെ വിളിക്കുന്നു. ദെൻ 1986 അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1986. ദെൻ വേറെയും കുറേ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് ഹാവ് ഹാപ്പൻഡ്. സം ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് മാത്രമാണ് ഇതിൽ ഉള്ളത്. ദെൻ 2012 ഒരു അലക്സ്നെറ്റ് എന്ന് പറഞ്ഞൊരു CNN ആർക്കിടെക്ചർ, ഇമേജ് നെറ്റ് എന്ന് പറഞ്ഞൊരു ഇമേജ് ക്ലാസിഫിക്കേഷൻ കോമ്പറ്റീഷൻ ഉണ്ട്, ഒരു ഗ്ലോബൽ ആനുവൽ കോമ്പറ്റീഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പറ്റീഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഇമേജ് ക്ലാസിഫിക്കേഷൻ. അവിടെ അലക്സ്നെറ്റ് എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ വളരെയധികം മികച്ച ഒരു പെർഫോമൻസ് കൊണ്ടുവന്നു. അങ്ങനെ എഗെയിൻ കമ്പ്യൂട്ടർ വിഷൻ, ഇമേജ് ക്ലാസിഫിക്കേഷൻ ആ ഒരു ഫീൽഡിൽ കുറേയധികം ഡെവലപ്മെൻറ്റ്സ് വരാൻ തുടങ്ങി. ദെൻ 2020s ഇപ്പോഴത്തെ സ്റ്റേജിൽ കറൻ്റ്ലി ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡീപ്പ് ലേണിംഗ് ആർക്കിടെക്ചറാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇൻ NLP ആൻഡ് ജനറേറ്റീവ് മോഡൽസ്. ജനറേറ്റീവ് ടാസ്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പുതിയ ന്യൂ ഡേറ്റ ഓർ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യണ ടാസ്ക്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ChatGPT is an example of a generative model. Okay, so let's look at the beginning, the perceptron. So നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ ന്യൂറോൺ ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്. സോ ഇതൊരു ന്യൂറോണാണ്. നമ്മൾ ഓൾറെഡി ന്യൂറോണിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടാണ്. ഇൻപുട്സ് വരുന്നു, മൾട്ടിപ്പിൾ ഇൻപുട്സ് വരുന്നു. അതിനെ വി ഹാവ് വെയ്റ്റ്സ്, വി മൾട്ടിപ്ലൈ ദ ഇൻപുട്ട് വിത്ത് ദ വെയ്റ്റ്സ് ആൻഡ് അതിനെല്ലാം സം ചെയ്യുന്നു, ഒരു ബയസ് ടേം ആഡ് ചെയ്യുന്നു. പെർസെപ്ട്രോണിൽ ഒരു സിമ്പിൾ ലീനിയർ സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ആക്ടിവേഷൻ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് സമ്മേഷൻ ആൻഡ് ബയസ് ആൻഡ് വെയ്റ്റ് എല്ലാം സം ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ട് if it's greater than 0 the output is 1, otherwise it is 0. സോ നമുക്ക് ഇത് വെച്ചൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ്. സോ അതുണ്ടാക്കിയത് വാസ് an American psychologist ഫ്രാങ്ക് റോസൻബ്ലാറ്റ് in 1958. അപ്പോൾ ഇത് കൂടുതലും ഒരു ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നു. ഒരു ഇലക്ട്രോമെക്കാനിക്കൽ ഡിവൈസ് ഡിസൈൻ ടു മിമിക് ദി ബിഹേവിയർ ഓഫ് എ ബയോളജിക്കൽ ന്യൂറോൺ. ഇതാണ് പെർസെപ്ട്രോൺ ഡെവലപ്പ്.